മരണം 291 ഉയരുന്നു എന്നുള്ളതാണ്. മേപ്പാടി CHCയിൽ 138, നിലമ്പൂരിൽ 141, വിംസിൽ 12, വൈത്തിരിയിൽ 1, ബത്തേരിയിൽ 1 എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഈ മണിക്കൂറുകളും മരണസംഖ്യ മുകളിലേക്ക് തന്നെയാണ്. നമ്മൾ ഇന്ന് രാവിലെ മുതൽ കണ്ട രക്ഷാദൗത്യത്തിൽ ഒരുപാട് മൃതദേഹങ്ങൾ കൊണ്ടുവരുന്ന കാഴ്ച നമ്മൾ കാണുന്നില്ലെങ്കിലും എനിക്ക് തോന്നുന്നു ചാലിയാർ പുഴയുടെ ഭാഗത്തു നിന്നൊക്കെ കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെ മൃതദേഹങ്ങളുടെ എണ്ണം 141 മാറുന്നുണ്ട്. മേപ്പാടി CHCയിൽ 138 എന്ന് ഈ ദിവസവും തെരച്ചിലിൻ്റെ 3-ാം ദിവസവും അല്ലെങ്കിൽ സങ്കടങ്ങളുടെ വിലാപങ്ങളുടെ 3-ാം ദിവസവും മരണസംഖ്യ ഏതെങ്കിലും ഒരു തീർന്നു അല്ലെങ്കിൽ ഇനി മുകളിലേക്ക് ഉയരില്ല എന്ന് ആശ്വാസപൂർവ്വം കരുതാൻ കഴിയുന്ന ഒരു സംഗതിയല്ല. അതും ആശ്വാസപൂർവ്വമല്ല. 200-ലധികം മരണങ്ങൾക്ക് എന്താണ് ആശ്വാസം? ആർക്കാണ് ആശ്വാസം? അങ്ങനെ ആശ്വാസം എന്ന് പറയാം, ആ വാക്ക് തന്നെ ഉപയോഗിക്കൽ തെറ്റാണ്. ദുരന്തബോധം തോന്നുന്നു. എന്തായാലും ആ മരണസംഖ്യ അവിടെ നിൽക്കുമെന്ന് നമ്മുടെ കരുതലിനൊക്കെ തെറ്റിച്ചുകൊണ്ട് വീണ്ടും അത് മുകളിലേക്ക് പോകുന്നു. 291 എത്തുകയാണ് ആ മരണം. ഇനിയും അത് മുകളിലേക്ക് ഉയരും എന്ന് അവിടുത്തെ പ്രദേശവാസികളോട് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്. അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് എപ്പോഴും നമുക്ക് ആഗ്രഹിക്കാനല്ലാതെ ആ ആഗ്രഹങ്ങൾ എത്രത്തോളം സാധ്യമാകുമെന്ന് ഇപ്പോഴും പറയാൻ കഴിയുന്നില്ല. ഇപ്പോൾ CMDRFിനെതിരായ പ്രചരണത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെ പ്രചരണം നടത്തുന്നവരെ കരുതിയിരിക്കണമെന്ന് മന്ത്രി MP രാജേഷ് പറയുന്നുണ്ട്. പണം തട്ടുകയാണ് അത്തരക്കാരുടെ ലക്ഷ്യമെന്നുകൂടി MP രാജേഷ് പറയുന്നു. ഹൈക്കോടതി ജഡ്ജി അടക്കം ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകണം എന്നാണ് പറഞ്ഞത്. വയനാടിനെ വീണ്ടെടുക്കാൻ തൻ്റെ വകുപ്പിന് ചെയ്യാനാവുന്ന കാര്യങ്ങൾ സമയബന്ധിതമായി ചെയ്യും. ഇപ്പോഴത്തെ പ്രഥമ പരിഗണന രക്ഷാപ്രവർത്തനത്തിനാണെന്ന് മന്ത്രി MP രാജേഷ് പറയുന്നു. മുഖ്യമന്ത്രി അല്പസമയത്തിനകം സർവകക്ഷി യോഗത്തിന് ശേഷം സർവകക്ഷി നേതാക്കൾക്കൊപ്പം മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും സർക്കാർ ഏകോപനത്തിൽ ഭരണ പ്രതിപക്ഷ ഐക്യത്തിൽ വയനാടുണ്ടായ ദുരന്തത്തെ നമ്മൾ അതിജീവിക്കാനുള്ള തീവ്ര ശ്രമത്തിൽ തന്നെയാണ്. ആകാശ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നു. നേരത്തെ പുഞ്ചിരിമട്ടത്ത് അല്പസമയം മണ്ണിടിഞ്ഞതിനെ തുടർന്ന് രക്ഷാദൗത്യം അല്പസമയത്തേക്ക് നിർത്തിവെച്ചത്. അപ്പോഴത്തെ ദൃശ്യങ്ങളിൽ രക്ഷാപ്രവർത്തകർ താഴെ കൂടി നിൽക്കുന്നത് കാണാമായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ വീണ്ടും രക്ഷാദൗത്യം അവിടെ തുടരുന്നുണ്ട്. അവിടെ ഒരു വീടുണ്ട്. അവിടെ ഒരു വീട് ഒരു കുളത്തിലേക്ക് ഒലിച്ചുപോയി എന്നാണ് കരുതപ്പെടുന്നത്. അവിടെയാണ് ഒരുപക്ഷെ രണ്ട് പേർ ഉണ്ടായേക്കാം, അല്ലെങ്കിൽ 2 മൃതദേഹങ്ങൾ കണ്ടേക്കാം എന്നതാണ് ആശങ്ക. അവിടെ തെരച്ചിൽ നടക്കുകയാണ്. ഷഫീദ് റാവുത്തർ കൂടി ചേരുന്നു. ഷഫീദ്, ബെയിലി പാലത്തിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ്. ബെയിലി പാലം അല്പസമയത്തിനകം തന്നെ പ്രവർത്തന സജ്ജമാകും എന്ന് കരുതിക്കൂടെ? നിർമ്മാണം ഇപ്പോൾ ഏതാണ്ട് 90% പൂർത്തിയായിരിക്കുന്നു. ഇനി അവശേഷിക്കുന്ന ഒരു കാര്യം ഈ ഇരുമ്പ് ഷീറ്റുകൾ അത് അടുക്കുക എന്നുള്ളത് മാത്രമാണ്. ഇപ്പോൾ അതിൻ്റെ ബലമടക്കമുള്ള കാര്യങ്ങൾ മറുഭാഗത്ത് പരിശോധിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഏതായാലും വളരെ ശ്രമകരമായ ഒരു ദൗത്യം, അതല്ലെങ്കിൽ ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കടമ്പ ഇപ്പോൾ താണ്ടുകയാണ് ഇന്ത്യൻ ആർമി. അതിൽ ഈ ബെയിലി പാലം പൂർണ്ണമായും പൂർത്തിയാക്കുന്നതോടുകൂടി ഇതുവഴി നമുക്ക് അപ്പുറത്തേക്ക് മുണ്ടക്കൈ അടക്കമുള്ള സ്ഥലത്തേക്ക് ഉപകരണങ്ങൾ, അത് സൈന്യത്തിൻ്റെ യന്ത്രസാമഗ്രികളാകട്ടെ, അത് മാത്രവുമല്ല സർക്കാർ സംവിധാനങ്ങളുടെ JCBയും ഹിറ്റാച്ചി ഉൾപ്പെടെയുള്ള കാര്യങ്ങളാകട്ടെ, അത് നമുക്ക് അപ്പുറത്തേക്ക് എത്തിക്കാൻ കഴിയും. അത് സ്വാഭാവികമായും വലിയ തരത്തിൽ നേട്ടമുണ്ടാക്കും. കാരണം അപ്പുറത്ത് കുടുങ്ങിക്കിടക്കുന്നവർ, ഈ തകർന്ന വീടുകൾ, മണ്ണ് വന്ന് മൂടിയ സ്ഥലങ്ങൾ, ഇവിടെയൊക്കെ ആളുകളുണ്ട്. അവരെയൊക്കെ രക്ഷപ്പെടുത്താൻ, അതല്ലെങ്കിൽ അവിടെയൊക്കെ ആളുകളുണ്ടെങ്കിൽ അവരെയൊക്കെ കണ്ടെടുക്കാൻ സഹായകരമാകും. ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നത്, അതായത് ഇതിൻ്റെ മുകളിൽ ഇനിയിപ്പോൾ ഒരു തകര ഷീറ്റ് കൂടി വെക്കണം, ഇരുമ്പ് ഷീറ്റ് കൂടി പതിപ്പിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ വെയിറ്റ് ചെയ്യുന്നത്. ഇത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ അത് അങ്ങോട്ട് ആ രീതിയിൽ നമുക്കത് അങ്ങോട്ട് പൂർത്തിയാക്കി കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് വാഹനങ്ങൾക്ക് കടന്നു പോകാം. ഏതായാലും അല്പസമയം മഴ മാറി നിന്നിരുന്നു. ഇപ്പോൾ വീണ്ടും മഴ പതുക്കെ പൊടിയുന്നു ചൂരൽമലയിൽ എന്നുള്ളതും ഈ തെരച്ചിലിനെ സംബന്ധിച്ചൊരു തിരിച്ചടിയാകും. ഏതായാലും വലിയ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സംവിധാനങ്ങളുടെ ഭാഗമായി തന്നെ ഇപ്പോൾ അതിൻ്റെ ഒരു 2ാം ഘട്ട പൂർത്തീകരണമാണ് ഇപ്പോൾ നടന്നത്. അത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാനും സാധിക്കും. വലിയ ശ്രമം അത് ഇന്ത്യൻ ആർമിയുടെ ഭാഗത്ത് ഇന്നലെ വൈകിട്ട് മുതൽ തുടർച്ചയായി ഇന്നതാ അല്പസമയം മുൻപ് വരെ നടന്നിരുന്നു. ഇപ്പോൾ അത് പൂർത്തിയാക്കി. ഇനി ഇതിൻ്റെ ബലപരിശോധന നടക്കുന്നു എന്നുള്ളതാണ് ആർമി ഓഫീസേഴ്സ് നമ്മളോട് പങ്കുവയ്ക്കുന്ന വിവരം. അതായത് ഇപ്പോൾ എത്ര വാഹനങ്ങൾ കയറി പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, മറ്റ് സാങ്കേതിക പ്രശ്നങ്ങൾ വലുതുമുണ്ടോ, അതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പരിശോധിക്കുകയാണ്. തൊട്ടപ്പുറത്ത് മറുഭാഗത്തേക്ക്, അതായത് മുണ്ടക്കൈയുമായി കണക്ട് ചെയ്യുന്ന ഭാഗത്തേക്ക് വരെ ഈ നീട്ടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇതുവഴി നമുക്ക് വാഹനങ്ങൾ കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോഴാണ് ഒരു മഴ ഈ ചൂരൽമല ഭാഗത്ത് പെയ്തിരിക്കുന്നത്. വലിയ വിഷമമുണ്ടാക്കുന്ന കാഴ്ചകൾ ഇന്നും നമ്മൾ ചൂരൽമലയിൽ കണ്ടു. മൃതദേഹങ്ങളുമായി പോകുന്ന ആംബുലൻസുകൾ, അവരെ എടുത്തുകൊണ്ട് മുണ്ടക്കൈ ഭാഗത്ത് നിന്ന് ചൂരൽമല ഭാഗത്തേക്ക് വരുന്ന സ്ട്രക്ചറുകൾ, രക്ഷാപ്രവർത്തകർ അടക്കമുള്ള ആളുകളെ നമ്മൾ കണ്ടു. ഇനി നമുക്ക് ഈ പാലം ഒന്ന് റെഡിയായി കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് പോകാം. കുറച്ചുകൂടി ആളുകളെ അവിടേക്ക് എത്തിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായി
സ്വാഭാവികമായും അത് രക്ഷാപ്രവർത്തനത്തിന് തിരച്ചിലിന് വേഗത കൂട്ടുമെന്നുള്ള വിലയിരുത്തലിലാണ് ഉള്ളത്. അല്പസമയം മുൻപ് മന്ത്രിമാരടക്കം ഇവിടേക്ക് വന്ന് ഈ കാര്യങ്ങളൊക്കെ വിലയിരുത്തിയിരുന്നു. അതിനിടെയാണ് ഇപ്പോൾ വളരെ പെട്ടെന്ന് ഒരു മഴ ചൂതൽമരയിൽ പെയ്യുന്നത്. ആദ്യഘട്ടത്തിൽ അത് കോടമഞ്ഞടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അത് മാറിയിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും ഈ മഴ പതുക്കെ പതുക്കെ തുടങ്ങുകയാണ്. നമുക്ക് അങ്ങേക്കരയ്ക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും JCB ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊണ്ട് മണ്ണ് മാറ്റുകയാണ്. അതൊരു വഴിയൊരുക്കുന്ന ഒരേ സമയം മറുഭാഗത്തായിട്ട് ചില JCBകൾ അത് ഈ പരിശോധന നടക്കുന്നുണ്ട്, തിരച്ചിൽ നടത്തുന്നുണ്ട്. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇവിടെ നടക്കുന്നു. വലിയ വിഷമകരമായ സാഹചര്യങ്ങളിലും കാഴ്ചകളിലും അങ്ങനെയുള്ള രക്ഷാപ്രവർത്തനം തിരച്ചിലും കാര്യമായി നടക്കുന്നുണ്ട്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ ഈ ബെയിലി പാലത്തിൻ്റെ പണി പൂർത്തിയാകും. ഹാഷ്മി. ഓക്കെ, വേലി പാലത്തിൻ്റെ പണി പൂർത്തിയായാൽ വളരെ പെട്ടെന്ന് തന്നെ ഈ പറയുന്ന JCBകൾ കൂടുതൽ JCBകൾ അങ്ങോട്ടേക്ക് എത്താൻ കഴിയും. അങ്ങനെയെങ്കിൽ അത് മുണ്ടക്കൈ മേഖലയിൽ ഇപ്പോൾ നടക്കുന്ന രക്ഷാപ്രവർത്തനത്തിന് കുറച്ചുകൂടി ഊർജ്ജം പകരും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ അതിനിടയിലുള്ള പുഴയിൽ പുതിയതായി രൂപം കൊണ്ട പുഴയിൽ ഇപ്പോൾ രക്ഷാദൗത്യം അതിനകത്തും തിരച്ചിൽ നടക്കുകയാണ്. JCB കൊണ്ടാണ് അതിനകത്തും തിരച്ചിൽ. സാധ്യമാകുന്ന എല്ലാ മേഖലകളിലും തിരച്ചിൽ നടക്കുകയാണ്. ഈ സമയത്ത് കാണാതായവരെ കണ്ടെത്തുക എന്നുള്ളത് പ്രഥമ പരിഗണന പ്രയോറിറ്റിയായി നിൽക്കുകയാണ്. കാണാതായവരുടെ ആ ഫിഗർ ആശങ്കാജനകമായിട്ട് നിൽക്കുകയും ചെയ്തു. 240 എന്നൊക്കെ പറയുന്നത് അത്രയും പേരെ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ഉറ്റവരും ഉടയവരും അവരൊക്കെ തേടി നടക്കുന്നുണ്ട്. അത് അനൗദ്യോഗിക കണക്കാണ് എന്ന് പറയുമ്പോൾ പോലും അവിടെയുള്ള ആളുകൾ സംസാരിക്കുമ്പോൾ അതിൻ്റെയൊക്കെ കുറേ അധികം മടങ്ങ് ആളുകളെ കാണാനില്ലെന്ന് അവർ പറയുന്നു. അങ്ങനെയെങ്കിൽ അത് പിന്നെയും അവരോട് സംസാരിച്ചാൽ പേടിയാവുന്ന കണക്കൊക്കെ അവർ പറയുന്നുണ്ട്. അത്രയൊന്നും എന്തായാലും ഉണ്ടാവരുതേ എന്നതാണ് ആഗ്രഹവും പ്രാർത്ഥനയും. 291 മരണം ഉയരുകയുമാണ്.